വിചിത്ര സ്വഭാവത്തിന് ഉടമയാണല്ലോ ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തീർത്തും അൺപ്രഡിക്റ്റബിളാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവവും തീരുമാനങ്ങളും. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റായ ശേഷം ഫലസ്തീൻ വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞത് ഫലസ്തീനെ ഏറ്റെടുത്ത് സുഖവാസ കേന്ദ്രമാക്കും എന്നാണ്. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ അമേരിക്കയുടെ മുൻ നിലപാടുകളിൽ നിന്ന് മാറി ഇപ്പോൾ റഷ്യൻ പക്ഷത്താണ് ട്രംപ്. ഇപ്പോൾ 145 വർഷം പഴക്കമുള്ള പ്രസിഡന്റിൻ്റെ ഓവൽ ഓഫീസിലെ മേശയാണ് ട്രംപ് മാറ്റിയിരിക്കുന്നത്. ഈ മേശ മാറ്റിയതിൻ്റെ കാരണമാണ് ഏറെ വിചിത്രം. ശതകോടീശ്വരൻ ഇലോൺ മസ്കിൻ്റെ 4 വയസ്സുകാരനായ മകൻ മൂക്ക് തുടച്ചതാണത്രേ കാരണം. ജോ ബൈഡൻ, ബറാക് ഒബാമ തുടങ്ങിയ മുൻ പ്രസിഡന്റുമാർ ഉപയോഗിച്ചിരുന്ന ഓവൽ ഓഫീസിലെ 145 വർഷം പഴക്കമുള്ള മേശയാണ് ട്രംപ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. ട്രംപിൻ്റെ ഉപദേശകനും സർക്കാർ കാര്യക്ഷമതാ വകുപ്പിൻ്റെ തലവനുമാണ് ഇലോൺ മസ്ക്. ഇലോൺ മസ്കിൻ്റെ മകൻ, അവൻ്റെ പേരും വിചിത്രമാണ്. XAEA-12 എന്നാണ് അവൻ്റെ പേര്. ഇലോൺ മസ്ക് അവനെ വിളിക്കുന്നത് ഷോർട്ടായിട്ട് X എന്നാണ്. ട്വിറ്ററിൻ്റെ പേര് മാറ്റി മസ്ക് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് X എന്നാണല്ലോ. അതേപോലെ അദ്ദേഹത്തിൻ്റെ സ്പേസ് എക്സ്പ്ലോറേഷനെ അദ്ദേഹം വിളിക്കുന്നത് സ്പേസ് X എന്നാണല്ലോ. എന്തായാലും 4 വയസ്സേ ആ കുഞ്ഞിനുള്ളൂ. അവൻ ഓവൽ ഓഫീസിൽ മസ്കിൻ്റെ കൂടെ വരികയും മേശയിൽ മൂക്ക് തുടക്കുകയും ചെയ്തു. അതിൻ്റെ ചിത്രങ്ങൾ പുറത്തു വന്ന് വൈറലാവുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് റെസൊല്യൂട്ട് ഡെസ്ക് മാറ്റിയത്. ട്രംപ് ജെർമോഫോബിയ ഉള്ള വ്യക്തിയാണെന്നും ഇതിനാലാണ് മേശ മാറ്റിയതുമെന്നാണ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ജെർമോഫോബിയ എന്നാൽ എല്ലായിടത്തും രോഗാണുക്കൾ നിറഞ്ഞിരിക്കുന്നു എന്ന ഭയം ഉള്ള ആളുകളെയാണ് ആ പേര് വെച്ച് വിളിക്കുന്നത്. ഇതിനാലാണ് മൂക്ക് തുടച്ച മേശ മാറ്റിയതെന്ന് ആണ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. റിപ്പോർട്ട് പുറത്തുവിട്ടത് മറ്റാരുമല്ല, ന്യൂയോർക്ക് പോസ്റ്റാണ്. ഈ മേശയുടെ മറ്റൊരു പ്രത്യേകത 1880 അന്നത്തെ രാജ്ഞിയായിരുന്ന വിക്ടോറിയ രാജ്ഞി പ്രസിഡന്റ് റദർഫോർഡിന് സമ്മാനമായി നൽകിയതാണ് എന്നുള്ളതാണ്. ഇതേപോലെയുള്ള കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക.